ഓഗസ്റ്റ് 18-ാം തീയതി നടന്ന അനുമോളുടെ വിവാഹശേഷം കൂടുതലും അനുമോളും ഭുവനേഷുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഭുവനേഷിനെയാണ് അനുമോൾ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ അനുമോൾ തമിഴ്നാട്ടിലേക്ക് പോകുമോ എന്ന് പലരുടെയും ചോദ്യമായിരുന്നു. പക്ഷേ അതില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഗരം വിട്ട് അനുമോൾ പോകുന്നില്ല. ആ ദുഃഖം മനസ്സിലാക്കി ഭുവൻ തന്നെ ആ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം വിട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തെവിടെ പോയാലും വർക്കിൻ്റെ ആവശ്യത്തിന് കൊച്ചിയിൽ പോയാലും എല്ലാം എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് അനുമോൾ. കൊച്ചിയിൽ പോയാൽ ആതിരയും നൂറയും എപ്പോഴും വഴക്ക് പറയാറുണ്ട് അത്രേ, അവരുടെ അടുത്ത് നിൽക്കുന്നില്ല എന്ന്. അനുമോളെ സംബന്ധിച്ച് പെട്ടെന്ന് വർക്ക് തീർത്ത് നാട്ടിൽ തിരിച്ചെത്തണം എന്ന ആഗ്രഹമാണ്. തിരുവനന്തപുരം വിട്ടു പോകല്ലേ എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ ഭുവൻ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് അനുമോൾ. നിന്റെ വീടും റിലേറ്റീവ്സും അമ്മയും ഒക്കെ ഇവിടെയല്ലേ, അതുകൊണ്ട് പുള്ളി തന്നെ ഇങ്ങോട്ട് മാറിക്കൊള്ളാമെന്ന്. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതും അനുമോൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത് പറയുമ്പോഴേക്കും അനുമോൾ ഒരുപാട് ഇമോഷണലായി. മുംബൈ ബേസ്ഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഭുവൻ. വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് കുഴപ്പമില്ലെന്നും അനു പറയുന്നുണ്ട്. അഥവാ മുംബൈയിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ ഭുവൻ എന്തു ചെയ്യും? എന്നെയും കൊണ്ട് മുംബൈയിലേക്ക് പോകുമോ എന്ന് അനു ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു ഭുവൻ്റെ മറുപടി. ഇങ്ങോട്ട് മാറുമ്പോൾ എനിക്കും എന്നെ സ്നേഹിക്കുന്നവരെ വിട്ടിട്ട് വരുന്നത് വിഷമം തന്നെയാണ്. പക്ഷേ അമ്മ കൂടെയുണ്ട്, പിന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കൊപ്പം ജീവിക്കുന്നത് സന്തോഷമല്ലേ എന്നാണ് ഭുവൻ്റെ മറുപടി. ആരാണ് പ്രണയം ആദ്യം പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ വീഡിയോയിൽ അനുവിനോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയില്ലെന്ന് ആദ്യം അനു പറഞ്ഞത്. എന്നാൽ അനു ആണ് ഭുവനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലവ് മാരേജ് തന്നെയാണെന്നും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ആളാണ് അനുമോള്. ഭുവനും യൂട്യൂബ് ചാനലുണ്ട്. ഭുവൻ ഇതുവരെ വീഡിയോ ഒന്നും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ആക്റ്റീവായതാണ്. പുള്ളി എന്നെക്കാളും കഴിവുള്ള മനുഷ്യനാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. കല്യാണം എന്തുകൊണ്ട് തിരുവനന്തപുരം തന്നെ ആക്കിയെന്നും അനുമോൾ പറയുന്നു. പലരും ചോദിച്ചിരുന്നു, കൊച്ചിയിലല്ലേ എല്ലാവരും ഉള്ളത്, കൊച്ചിയിലേക്ക് മാറ്റിക്കൂടായിരുന്നോ എന്ന്. എന്നാൽ തൻ്റെ നാട് തനിക്ക് സ്പെഷ്യലാണ് എന്നാണ് അനുമോളുടെ മറുപടി. പോസിറ്റിവിറ്റി മാത്രമല്ല, ഒരുപാട് നെഗറ്റീവ്സും അനുമോൾക്ക് വന്നിട്ടുണ്ട്. ആദ്യം വന്നത് എന്തുകൊണ്ട് ഒരു മലയാളിയെ വിവാഹം കഴിച്ചില്ല, ഒരു തമിഴിനെ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്, കുലസ്ത്രീ ആയതുകൊണ്ട് അനുമോൾക്ക് മലയാളി വരന്മാരെ കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അനിയൻ്റെ പ്രായമുള്ള ഒരാളെയാണ് അനുമോൾ വിവാഹം കഴിച്ചതെന്ന്. അനുമോൾക്ക് 32 വയസ്സും ഭുവനേഷിന് 27 വയസ്സുമാണ്. പ്രായം കുറഞ്ഞ പയ്യനെ വിവാഹം കഴിച്ചത് വളരെ മോശമായി പോയെന്നും അനുവിന് ഭുവനേഷ് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസുകളും വന്നാൽ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേരും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം പ്രായത്തിലൊന്നും യാതൊരു കാര്യവുമില്ല. അവരുടെ ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരല്ലല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങളാണ് വലുത്. അതൊന്നും മറ്റാരും നോക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എത്തിയിട്ടുണ്ട്. അനുമോളുടെ വിവാഹത്തിൽ ഒരു 60% പേരും നെഗറ്റീവ് കമൻസുകളാണ് കൂടുതലും രേഖപ്പെടുത്തുന്നത്.